നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നടന്ന മാലമോഷണത്തിന്റെ ദൃശ്യങ്ങൾ നമ്മളിൽ പലരും ഞെട്ടലോടെയാണ് കണ്ടത്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് ഇന്നലെ രാവിലെ സ്കൂട്ടർ യാത്രക്കാരിയായ ലിജിയുടെ മാല തട്ടിയെടുത്തത്. വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചെത്തിയ രണ്ടംഗ സംഘത്തെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. പക്ഷേ ഇതുവരെയും പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. കവർച്ചാ സംഘങ്ങളും ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്നവരും കാരണം പട്ടാപ്പകൽ പോലും സുരക്ഷിതമായി പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് തലസ്ഥാനത്തും. ഈ വാർത്തയുടെ വിശദാംശവുമായി ഡാൻ കുര്യൻ ചേർന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഇന്നലെ നെയ്യാറ്റിൻകരയിൽ ഒരു സ്കൂട്ടർ യാത്രക്കാരിയായ സ്ത്രീയുടെ മാല പൊട്ടിക്കുന്നു. കരമനയിൽ സമാനമായ രീതിയിൽ ധന്യ എന്ന ഒരു യുവതിയുടെ മാല പൊട്ടിക്കുന്നു. ഇത് രണ്ടും സമാനമായ രീതിയിൽ നടന്ന കവർച്ചാ കേസാണ്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് കവർച്ച നടത്തിയതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. അതിൽ പ്രധാനപ്പെട്ട വെല്ലുവിളി വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചെത്തിയ ബൈക്കിലാണ് ഈ പ്രതികൾ എത്തിയത്, കവർച്ചാ സംഘം എത്തിയതെന്നാണ്. ഈ സംഭവം നടന്നിട്ട്, രണ്ട് കവർച്ചാ കേസുകൾ നടന്നിട്ട് 24 മണിക്കൂർ പിന്നിടുന്നു. പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഡാൻ? ഏറ്റവും കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മാത്രം തലസ്ഥാന ജില്ലയിൽ വിവിധ പ്രദേശങ്ങളായി 5ഓളം മോഷണ കേസുകളാണ് വിവിധ സ്റ്റേഷനുകളായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഒടുവിലത്തേതാണ് ഈ രണ്ട് മാല കവർന്ന കേസുകൾ. അതിൽ തന്നെ ഈ ലിജി എന്ന യുവതിയുടെ മാല ഇന്നലെ നെയ്യാറ്റിൻകരയിലെ പാറശാലയ്ക്കടുത്ത് പൂഴിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ പിന്തുടർന്നെത്തിയ ലിജി ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു. അവിടെ പൂഴിക്കുന്ന് എന്ന സ്ഥലത്ത് വെച്ച് ഇവർ വാഹനം തിരിച്ച മറ്റൊരു വശത്തേക്ക് കയറുന്നതിനിടയിൽ പിന്തുടർന്നെത്തിയ രണ്ടംഗ സംഘം പിന്നാലെ എത്തി ഉടൻ തന്നെ മാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. 6 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയായിരുന്നു അവർ ധരിച്ചിരുന്നത്. ഇതുമായി ഈ കടന്നു കളഞ്ഞ മോഷണ സംഘത്തെ പിടികൂടുന്നതിന് വേണ്ടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ സമീപ സ്ഥലങ്ങൾ മുഴുവൻ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും അതിവേഗത്തിൽ ഈ വാഹനം പാഞ്ഞുപോയി അവർ രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി തുടർന്ന് CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തി. പക്ഷേ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വാഹനത്തിൻ്റെ നമ്പർ വ്യാജമായിരുന്നതിനാൽ ഇത് ഏത് രജിസ്ട്രേഷനിലുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പോലീസിന് കഴിയാത്തൊരു പശ്ചാത്തലമുണ്ട്. മറ്റ് CCTV ദൃശ്യങ്ങൾ മറ്റ് സമീപ സ്ഥലങ്ങളിൽ നടക്കം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുമുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും സമാനമായ സമയത്ത്, അതായത് മോഷ്ടിച്ച ബൈക്കുകളിൽ മോഷണം നടത്തുന്ന പതിവ് ഈ തുടർച്ചയായി ഉണ്ടായ 5 മോഷണ കേസുകളിൽ ഉണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുകയാണ്. പോലീസിന് അങ്ങനെ ഒരു സംശയമുണ്ട്. എന്തായാലും തമിഴ്നാട് പോലീസിന്റെ കൂടി സഹകരണത്തോടെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതെന്നാണ് കേരള പോലീസ് അറിയിച്ചിരിക്കുന്നത്. പൊഴിയൂർ പോലീസാണ് ഈ ലിജിയുടെ മാല മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടോം, ഡാൻ, അത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചൊരു വെല്ലുവിളിയാണെന്ന് തോന്നുന്നു അല്ലേ? കാരണം ഈ തമിഴ്നാട്ടിലും തിരുവനന്തപുരത്തുമെല്ലാം ഒരു സമാന കവർച്ചാ സംഘങ്ങളാണ് ഇതിന് പിന്നിൽ, ഈ കവർച്ചാ കേസുകൾക്ക് പിന്നിൽ, ബൈക്കിലെത്തി മാല മോഷ്ടിക്കുന്ന സംഘങ്ങൾക്ക് പിന്നിലെന്ന് നമ്മൾ സംശയിക്കണോ? കാരണം ഇതിനെല്ലാം, ഈ കേസുകളുടെ എല്ലാം സ്വഭാവം സമാനമാണ്. പ്രത്യേകിച്ചും മോഷ്ടിച്ച ബൈക്കുകളിലെത്തി മാല കവരുന്ന സംഘങ്ങൾ, ഇത് ഒരു തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഒരു കവർച്ചാ സംഘമാണ് ഇതിന് പിന്നിലെന്ന് ആ ഒരു രീതിയിലാണോ പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്? അങ്ങനെ കൃത്യമായി അത്തരം ഒരു നിഗമനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷേ തമിഴ്നാട്ടിലും സമാനമായ തരത്തിൽ മോഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന ഒരു കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് തമിഴ്നാട് പോലീസുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് കേരള പോലീസ്, പ്രത്യേകിച്ച് തമ്പാനൂർ എസ്എച്ച്ഒയുടെ നേതൃത്വത്തിലാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ. അതായത് അവർ പറയുന്നത് ഇപ്രകാരമാണ്: ഈ ബൈക്ക് മോഷണം പോയതുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് 2 ഇടങ്ങളിൽ മറ്റ് 2 മോഷണ കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നതിനിടയിൽ ആദ്യഘട്ടത്തിൽ മോഷണം പോയ കേസിൽ ഉൾപ്പെട്ട ബൈക്കിൽ എത്തിയാണ് ഈ രണ്ടാമതും മൂന്നാമതും മോഷണ കേസുകൾ നടത്തിയിരിക്കുന്നത് എന്നൊരു സൂചന ലഭിച്ചു. ആ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. ആ പശ്ചാത്തലത്തിലാണ് ഈ ബൈക്കുകൾ മോഷ്ടിച്ച് മോഷ്ടിച്ച ബൈക്കുകളിൽ കറങ്ങി നടന്ന് മാല മോഷ്ടിക്കുന്നതടക്കമുള്ള, അല്ലെങ്കിൽ മാല അപഹരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറ്റവാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരെ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ പ്രതികളെ പിടികൂടുന്നതിനാണ് ഇപ്പോഴത്തെ പ്രഥമ പരിഗണന. അതുകൊണ്ട്
ഈ പ്രതികളെക്കുറിച്ച് കൃത്യമായ സൂചനകളുണ്ട് എങ്കിലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. കാരണം അവർ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ വിശദാംശങ്ങൾ അവരെ പിടികൂടുന്നതുവരെ പറയാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് പോലീസ് എത്തുന്നത്. പക്ഷേ വിശദമായ അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രത്യേകിച്ച് ഈ തലസ്ഥാന ജില്ലയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി മോഷണ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഒരു മോഷണ പരമ്പര തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം നഗരപരിധിയിൽ മാത്രം 5 കേസുകൾ, കവർച്ചാ കേസുകൾ, മോഷണ കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതിൽ പ്രധാനമായും ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന കാൽനട യാത്രക്കാർ അതല്ലെങ്കിൽ ഇരുചക്ര യാത്രക്കാരായിട്ടുള്ള സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള ഒരു മോഷണം. സ്വർണത്തിന് വലിയ റെക്കോർഡ് വില 50,000 രൂപ ഒരു പവൻ സ്വർണത്തിന്. അതുകൊണ്ട് തന്നെ മറ്റു വീടുകളിൽ കയറി വലിയ റിസ്ക് എടുത്തുകൊണ്ട് ഇപ്പോൾ മോഷ്ടാക്കൾ ആ രീതിയിലൊരു കവർച്ചകൾക്ക് ശ്രമിക്കുന്നില്ല. അതിനപ്പുറം വളരെ എളുപ്പമാർഗം അവർ സ്വീകരിക്കുന്നു. യാത്രക്കാരുടെ മാല പൊട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എങ്ങനെ ഈ തലസ്ഥാന ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം കോഴിക്കോട് പേരാമ്പ്രയിൽ അനു എന്ന 26-കാരിയെ കൊലപ്പെടുത്തിയ സംഭവം, അതും ബൈക്കിലെത്തിയ മോഷ്ടാവാണ് മോഷണത്തിനിടെ കൊലപ്പെടുത്തിയത്. അയാളും സമാനമായ ഒരു ആ കേസ് എടുത്തു നോക്കിയാലും ഇതേ രീതിയിൽ തന്നെ മോഷ്ടിച്ച ബൈക്കിലെത്തിയായിരുന്നു അനുവിനെ ആക്രമിച്ച് അനുവിന് ബൈക്കിൽ ലിഫ്റ്റ് നൽകി പിന്നീട് ആക്രമിക്കുന്നു, അവരുടെ സ്വർണം കവർച്ച ചെയ്യുന്നു, പിന്നീട് കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ. ഇത്രയൊക്കെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടും പോലീസ് ഇതത്ര ഗൗരവത്തോടെ കാണുന്നില്ലേ? ഏത് രീതിയിലാണ് ഈ കേസുകളുടെയൊക്കെ അന്വേഷണം നീങ്ങുന്നത്? കാരണം ഈ പല തലസ്ഥാന ജില്ലയിൽ മാത്രം കേസെടുത്ത് നോക്കിയാൽ ഇതുവരെയും പല കേസുകൾക്കും യാതൊരു തുമ്പും ഉണ്ടായിട്ടില്ല. ടോം, നമുക്ക് പോലീസിനെ അങ്ങ് അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല. കാരണം ഈ ഒരു കാര്യങ്ങളിൽ മാത്രം, ഈ കേസിന്റെ അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അവരുടെ ജോലി. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റും പൊതുയോഗങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ നടക്കുകയാണ്. തിരുവനന്തപുരത്ത് അല്പം കൂടി കൂടുതലാണ്. കാരണം മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന നിരവധി പരിപാടികളുണ്ട്. അവിടെ കൃത്യമായി സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉടലെടുക്കുന്ന, തർക്കങ്ങൾ ഉടലെടുക്കുന്ന മേഖലകളുണ്ട്. അവിടെയൊക്കെ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇതേ സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരെ തന്നെ വിന്യസിക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഈ മോഷണ സംഭവങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസ് കാര്യക്ഷമമായ അന്വേഷണമാണ് നടത്തുന്നതെന്ന് ഒരു വശത്ത് പറയുമ്പോഴും മറുവശത്ത് പ്രതികളെ പിടികൂടാൻ വൈകുന്ന ഒരു പശ്ചാത്തലം ഉള്ളതാണ് ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. കാരണം സമാനമായ തരത്തിലാണ് 2 മാലമോഷണങ്ങൾ നടന്നിരിക്കുന്നത്. അത് ഇതുവരെ ആരാണ് അത് മോഷ്ടിച്ചുകൊണ്ട് പോയത് എന്ന് പോലും കണ്ടെത്താൻ കഴിയത്തില്ല. നമുക്കറിയാം 6 പവൻ സ്വർണം നഷ്ടപ്പെട്ട ലിജിയുടെ കുടുംബത്തിൻ്റെ വിശദീകരണം അതുമായി ബന്ധപ്പെട്ട് ഏറെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. കാരണം അത് പണയം വെച്ചിരുന്ന മാലയാണ്. ആ മാല കഴിഞ്ഞ ആഴ്ചയാണ് പണയം വീണ്ടെടുത്തത്. അത് ഇട്ട് കൊതി തീരുന്നതിന് മുമ്പാണ് മോഷ്ടാക്കൾ ഈ 6 പവൻ്റെ മാല അപഹരിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്ന് പോലീസ് വിശദീകരണം നൽകുമ്പോഴും ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ മാത്രമാണ് തെളിവായി ലഭിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ വാഹനം ട്രേസ് ചെയ്യുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടക്കാൻ പോലീസിന് കഴിയാതിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ പിടികൂടാൻ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും ഇവരിത് വിറ്റ് കളയുമോ എന്നതടക്കമുള്ള ആശങ്ക കുടുംബത്തിനുണ്ട്. അതവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ അന്വേഷണം അത് കൃത്യമായി ഈ പ്രതികളിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, പാറശാലയിലെ പൊഴിയൂരിൽ കഴിഞ്ഞ ദിവസം ഈ മോഷണം നടക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഈ തിരുവനന്തപുരം നഗരപ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഒരു മാസത്തിനിടയിൽ പൂജപ്പുരയിൽ അടഞ്ഞുകിടന്ന റെയിൽവേ ക്വാർട്ടേഴ്സ് കുത്തി തുറന്ന് 1.30 ലക്ഷത്തോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ്, 1,30,000 രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്. വട്ടിയൂർക്കാവിലെ PTP നഗറിലും വീട് കുത്തി തുറന്ന 35,000 രൂപയുടെ TV മോഷ്ടാക്കൾ എടുത്തുകൊണ്ടുപോയി. പിന്നീട് വള്ളക്കടവിലെ കടൂർത്തലയിലാണ് സമാനമായ തരത്തിൽ മോഷണം നടന്നത്. അതിനിടയിലാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ വീട്ടമ്മയുടെ മാല കവരുന്ന സംഭവം കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ 5 മോഷണ കേസുകളാണ് തുടർച്ചയായി നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും പ്രതികളെ കൃത്യമായി പിടികൂടാൻ പോലീസിന് കഴിയാത്ത ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് അടക്കം എത്തിയിട്ടുള്ള മോഷണ സംഘത്തിൽ ഉൾപ്പെട്ടവരാണോ ഈ മോഷണത്തിന് പിന്നിലെന്ന ഒരു സംശയം ബലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോലീസും എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് തമിഴ്നാട് പോലീസിന്റെ സഹകരണത്തോടു കൂടി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ടോം, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കവർച്ചാ സംഘങ്ങളെ കൊണ്ട്
അവരുടെ ശല്യം കാരണം, അവരുടെ ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ ഈ കവർച്ചാ സംഘങ്ങൾ അഴിഞ്ഞാടുന്നൊരു സാഹചര്യം കാരണം സാധാരണക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 5 കവർച്ചാ കേസുകളാണ് തിരുവനന്തപുരം നഗരപരിധിയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ ഒരൊറ്റ കേസിലും പോലീസിന് പ്രതികളെ കണ്ടെത്താനോ യാതൊരു തുമ്പും ലഭിക്കാനോ ഇതുവരെയും സാധിച്ചിട്ടില്ല.